Unacademy. Let's crack it. The number of moles of oxygen in 1 liter of air containing 21% oxygen by volume under standard conditions. അപ്പോൾ 21% oxygen by volume ആണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയം പെർസെൻറ്റേജ് പറയുമ്പോൾ 100 liter will contain 21 liter oxygen. The number of moles of oxygen in 1 liter of air, നിങ്ങൾ 100 liter of air എടുത്തു കഴിഞ്ഞാൽ 100 liter of air will contain 21 liter of oxygen. അതാണ് 21% oxygen by volume എന്ന് പറയുന്നതിന്റെ അർത്ഥം. 100 ലിറ്ററിൽ 21 ലിറ്റർ ഓക്സിജൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിലോ 1 ലിറ്ററിൽ എന്തായിരിക്കും 0.21 ലിറ്റർ ഓഫ് ഓക്സിജൻ. 0.21 ലിറ്റർ ഓഫ് ഓക്സിജൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അവർക്ക് വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അറ്റ് NTP 22.4 liter of oxygen equal to 1 mole. 1 mole of any gas at NTP will have the volume 22.4 liter. അപ്പോൾ നിങ്ങൾ 22.4 liter of oxygen എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 mole ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 liter of oxygen will contain 1 liter of oxygen will contain 1 by 22.4 mole. That means 0.21 liter of oxygen will contain 1 by 22.4 into 0.21. ഇത്രയും മോൾസ് ആണ് അവിടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കറക്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട, ഡിവിഷൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സപ്പോസ് അവിടെ 0.224 ആയിരുന്നുവെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി എന്ത് വന്നേനെ 1/100 വന്നേനെ. അപ്രോക്സിമേറ്റ്ലി വരുന്ന വാല്യൂ എന്താ 0.01. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 0.01 മോൾസ് ആണെങ്കിൽ ഇവിടെ 0.224 പകരം 0.21 ആണുള്ളത്. അപ്പൊ ലെസ് ദാൻ നോക്കുകയാണെങ്കിൽ 0.01 ലെസ് ദാൻ ആയിട്ടുള്ള ആൻസർ നോക്കുക. 0.01 ലെസ് ദാൻ ആയിട്ടുള്ള ആൻസർ എന്താ 0.0093. നല്ലൊരു മെത്തേഡ് അല്ലേ? സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? പറ്റുന്നുണ്ടല്ലോ അല്ലേ? സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ. Unacademy. Let's crack it.